ലിവർ ബയോപ്സി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻക്ലസ് RN എക്സാംസിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. സോ ഈ സാറ്റ ക്വസ്റ്റ്യൻസിൽ ലിവർ ബയോപ്സിയെക്കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ബേസിക്കലി ലിവർ ബയോപ്സിക്ക് വേണ്ടിയിട്ട് നമ്മൾ പേഷ്യൻസിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൽ നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നഴ്സിംഗ് കെയർ ഫോക്കസ് ചെയ്യുമ്പോൾ ലിവർ എവിടെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ലിവറിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ബേസിക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ലിവർ ബയോപ്സി നോർമലി ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറായിട്ട് ചെയ്യുന്നു. ലിവറിൽ എന്തെങ്കിലും ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആണെന്ന് അറിയാൻ, സിറോസിസ് ഓഫ് ലിവറിൻ്റെ ഓരോ ഡിഗ്രി തിരിച്ചറിയാനായിട്ട്, വാസ്കുലർ ചേഞ്ചസ്, ഡീജനറേറ്റീവ് ചേഞ്ചസ് തിരിച്ചറിയാനൊക്കെ ആയിട്ടാണ് ലിവർ ബയോപ്സി ചെയ്യുന്നത്. ഓക്കെ, ഇനി ലിവർ ബയോപ്സി ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്പർ 1, ഈ ലിവർ പൊസിഷൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് ലിവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും അതിന് കൊടുക്കുന്ന പൊസിഷൻ. സോ നമുക്കൊരു ലിവറാണുള്ളത്, എവിടെയാണ് ലിവർ പൊസിഷൻ ചെയ്തിരിക്കുന്നത്? റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റിൽ. സോ റൈറ്റ് അപ്പർ ക്വാഡ്രൻറ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലിവറിന് നമ്മളൊരു നീഡിൽ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സുപ്പൈൻ പൊസിഷനോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുന്ന ഒരു പൊസിഷൻ, സുപ്പൈൻ പൊസിഷൻ ചെയ്തിട്ട് റൈറ്റിൻ്റെ പോർഷൻ, റൈറ്റ് ലിവറിൻ്റെ പോർഷൻ ജസ്റ്റ് എലിവേറ്റ് ചെയ്ത് വെക്കുന്ന പൊസിഷനാണ് ബെറ്റർ പൊസിഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പൊസിഷൻ. അപ്പോൾ നമ്മൾ ലിവറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയാലാണ് ലിവർ ബയോപ്സിക്ക് എന്ത് പൊസിഷൻ കൊടുക്കും എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ സുപ്പൈൻ പൊസിഷനോ ആണ് നമ്മൾ ലിവർ ബയോപ്സിക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇനി പോസ്റ്റ് ലിവർ ബയോപ്സി കഴിയുമ്പോൾ നമ്മൾ ഏത് പൊസിഷൻ കൊടുക്കും? നോർമലി റൈറ്റ് സൈഡ് പൊസിഷൻ തന്നെ കൊടുക്കും, കാരണം ബ്ലീഡിങ് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സാധാരണ ലിവർ ബയോപ്സി ചെയ്യുമ്പം ബ്ലീഡിങ് വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇനി എന്താണ് ലിവർ ബയോപ്സിയും ബ്ലീഡിങ്ങും തമ്മിലുള്ള കണക്ഷൻ? അതാണ് ഇനി അടുത്തൊരു പോയിന്റ്. ലിവർ ബയോപ്സിയും ബ്ലീഡിങ്ങും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിവർ ബയോപ്സി ചെയ്യുമ്പോൾ ലിവറിലാണ് കൊയാഗുലേഷൻ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പം കൊയാഗുലേഷൻ പ്രൊഫൈൽസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ലിവർ ബയോപ്സിക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ടത്. ഇനി നോർമൽ ഹെൽത്തി ലിവറുള്ള ഒരു പേഷ്യൻറ്റിന് പോയി ബയോപ്സി ചെയ്യത്തില്ല. ബയോപ്സി ചെയ്യുന്ന പേഷ്യൻസിൻ്റെ ലിവർ എപ്പോഴും എങ്ങനെ ആയിരിക്കും? ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലീഡിങ് ടെൻഡൻസി നമ്മൾ അസസ് ചെയ്യണം. ബ്ലീഡിങ് ടെൻഡൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, കൊയാഗുലേഷൻ പ്രൊഫൈൽസ് ചെക്ക് ചെയ്യണം. ക്ലിയർ? ആൻഡ് ഇഫ് നെസസറി ഒരു ബ്ലഡ് ബാഗ് സെക്യൂർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ ദാറ്റ് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ ക്രോസ് മാച്ച് ചെയ്ത ബ്ലഡ് റെഡി ആണെങ്കിൽ വി ക്യാൻ യൂസ് ദാറ്റ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി 2, ഈ നീഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ 6th or 7th റിബിൻ്റെയോ അല്ലെങ്കിൽ 8th or 9th റിബിലോ റൈറ്റ് സൈഡിലാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ലങ്സിന് ഡാമേജ് വരാതിരിക്കാനായിട്ട് വൈൽ ഇൻസേർട്ടിങ് ദ നീഡിൽ യു ഹാവ് ടു ആസ്ക് ദ പേഷ്യൻറ്റ് ടു ഹോൾഡ് ദ ബ്രെത്ത്. അപ്പോൾ പേഷ്യൻറ്റിന് ബ്രെത്ത് ഹോൾഡ് ചെയ്യാനുള്ളൊരു എബിലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ലിവർ ബയോപ്സി ചെയ്യാൻ പറ്റുന്നത്. ഇനി അത്ര നെസസറിയാണ്, പക്ഷേ പേഷ്യൻറ്റിന് ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ലിവർ ബയോപ്സി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, കൊയാഗുലേഷൻ സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്. വി ഹാവ് ടു അസസ് ദ എബിലിറ്റി ടു ഹോൾഡ് ദ ബ്രെത്ത്, അതൊരു പോയിൻ്റാണ്. ദെൻ ബ്ലഡ് ക്രോസ് മാച്ച് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഏത് പൊസിഷനാണ് ലിവർ ബയോപ്സിക്ക് വേണ്ടി കൊടുക്കുന്നത്, ഏത് പൊസിഷനാണ് ആഫ്റ്റർ ലിവർ ബയോപ്സി നമ്മൾ ചെയ്യുന്നത്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം എൻക്ലസ് RN എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ടിപ്സുകളുമായിട്ടും അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ടും നമുക്ക് കാണാം. താങ്ക് യു.